ഈ സംഭവം നടന്നിട്ട് ഇന്നലെ വരെ ഈ പ്രതിനെ പിടിക്കുന്നതിന് നോട്ടീസ് അയച്ചിട്ടുള്ള പോലീസുകാർ കാത്തിരിക്കുന്ന അറിഞ്ഞത്. നിലവിൽ അറസ്റ്റിന് അതിന് ഇപ്പൊ 4 സ്ക്വാഡായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് നിലവിൽ അറിയുന്നുണ്ട്. നമ്മ പലരെയും കോണ്ടാക്ട് ചെയ്ത് നമുക്ക് കോണ്ടാക്ട് വെച്ചിട്ട് നമ്മ പലരെയും കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് പിടിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ഇന്നലെ ഈ പറഞ്ഞ പോലെ നിലവിൽ FIR 304 ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ കേസ് ഇത്രയും കൂടി സ്ട്രോങ് ആയിരുന്നു. മനഃപൂർവ്വം വെച്ച് താമസിക്കുന്നതിലല്ല, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആദ്യം ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞു ആദ്യം ചെന്നപ്പോ വണ്ടിയുടെ ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. നിലവില് ഈ പറഞ്ഞ പുള്ളി ചാലാക്ക മെഡിക്കൽ കോളേജിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്ത്. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം അങ്കമാലിയില് എങ്ങാണ്ടും വേറൊരു പരിപാടിക്കും പോയിട്ടാണ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞത്. ആ സമയത്തും ഇനി ഈ പറഞ്ഞ ആള് മദ്യപിച്ചിട്ടുണ്ടായില്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇത് ആ ദിവസം പിറ്റേ ദിവസം പിടിക്കരുതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞല്ലോ പുള്ളി ഓൾറെഡി ഒരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചും പുള്ളിക്ക് അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇത്രയും ദിവസവും ഇപ്പൊ ഒളിവിലും കാര്യങ്ങളായിട്ട് നിൽക്കണം. ഇപ്പൊ നിലവിൽ നിങ്ങൾ ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ആള് ഒളിവിലാണ്. ആളുടെ ഫാമിലി ഇപ്പൊ വണ്ടി RC ഓണർ പുള്ളിയുടെ അപ്പന്റെ പേരിലാണെന്ന് പറയുന്നത്. അവരാരും ഇതുവരെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പന്റെ അമ്മയുടെ ഒക്കെ പറച്ചിലിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അപകടം സംഭവിച്ച സമയത്ത് അവിടെ നിന്ന് പൊക്കിയൊന്നും അപ്പൊ തന്നെ വണ്ടി നിർത്തി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അത്രയും അതിനുശേഷം പിന്നെ ദൈവവിധി എന്നുള്ള രീതിയിൽ അതുപോലെ ചെയ്യാത്ത ഇങ്ങനത്തെ ഒരാളുടെ കാര്യമാണ് അവർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് വിഷമമുള്ളത്. അപ്പൊ അങ്ങനെ ഇതുണ്ടായിട്ട് അതിനുശേഷം ഈ പറഞ്ഞ പോലെ നിലവിൽ ഇന്നുവരെയായിട്ടും 5 ദിവസം കഴിഞ്ഞു. ഇതുവരെയായിട്ടും പോലീസിനെ കൊണ്ടും ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല. നിലവില് പറഞ്ഞു ഇവരുടെ ആളുടെ പേര് ഇതാണ്, ആളുടെ ഓക്യുപ്പേഷൻ ഇതാണ്, ആളെ ഓൾറെഡി അവർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ രാവിലെ അവർ പിടിച്ചിട്ട് പറയാം വൈകുന്നേരം ചെല്ലുന്നേ. രാവിലെ ചെന്നപ്പോ അവര് പറഞ്ഞു ആള് ഡോക്ടറാണ്, ആള് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ആളുടെ പേര് ഇതാണ്, ആളുടെ ആവശ്യമുള്ള ഇതാണ്, വണ്ടിയാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞവർ കാണിച്ചു തന്നു. പക്ഷെ എന്നിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അവരെന്താണ് ഇങ്ങനെയെന്ന് പറയും അറിയില്ല. പിടിക്കാൻ പറഞ്ഞാൽ നേരത്തെ പിടിക്കായിരുന്നു. നിലവിൽ SP ലെവലിൽ എല്ലാവരുമായിട്ടും ഒക്കെ കോണ്ടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവരും ഇപ്പൊ ഇന്ന് പറഞ്ഞത് 4 സ്ക്വാഡായിട്ട് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ആള് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്നൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ MLA-നോടും നമ്മൾ സംസാരിച്ച് അപ്പൊ MLA എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ MLA വന്നിട്ടുണ്ടായി. പിന്നെയും ഓൾറെഡി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷണറായിട്ടും എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോഴും ഇതിപ്പോ ചെറിയൊരു ആക്സിഡന്റ് കേസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അവിടെ ഓർഗൻ ഡൊണേറ്റ് 4 പേർക്ക് കൂടി ജീവൻ കൊടുത്തത് കൊണ്ടും അത് ന്യൂസ് ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ പോലീസുകാർ ഇപ്പൊ ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓർഗൻ ഡൊണേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പോലീസുകാർ ഇത് ഒരു ആക്സിഡന്റ് കേസ് കഴിഞ്ഞ് ഒരു കുട്ടി മരിച്ചു അത് കൊണ്ട് നടത്തി കഴിഞ്ഞു. പോലീസുകാർ ഇതിന്റെ ഭാഗത്ത് വേറൊരു ഇത് ഉണ്ടാവൂലായിരുന്നു. ഇങ്ങനൊരു ഇത് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പബ്ലിസിറ്റി വന്നതിന്റെ പുറത്ത് മാത്രമാണ് ഇപ്പൊ അവസാനം ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ. ഇപ്പൊ ഇത്ര ദിവസം ഒരു നോട്ടീസ് മാത്രം വെച്ച് കാത്തിരിക്കരുതെന്നാണ് അറിഞ്ഞത്. ഇപ്പോഴാണ് അന്വേഷണങ്ങൾ ഇത്രയും 4 സ്ക്വാഡൊക്കെ ആയിട്ട് ഇറങ്ങിയെന്നൊക്കെ അറിയുന്നത്. അതായത് ഇപ്പൊ ഒരു ഓർഗൻ ഡൊണേഷൻ ഒന്നും ഇല്ലാണ്ട് നോർമൽ ഇതില് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അവിടെ വെച്ച് തീരണ രീതിയിൽ തീരുമെന്നാണ് നമ്മുടെ ഡൗട്ട്. അതെല്ലാം നോക്കിയത് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ വേറെ ആരുടെ കോണ്ടാക്ട് ഇല്ല. ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു അപ്പൊ അവര് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. ഇത് തന്നെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് ചെന്നത്. അപ്പോഴാണ് പറയുന്നത് തിങ്കളാഴ്ച ചെല്ലുന്നത്. അത് പറയുന്നത് വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇതാണ് ആള്, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഓക്കെ സാർ എന്ന് പുള്ളി ഇറങ്ങി. എസ്ഐയാണ് കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പോലീസ് സാധാരണ അപകടമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചാണ് അത് ഇവര് ചെറിയ അവരുടെ പോലീസുകാരുടെ കണ്ണില് ഇവര് ചെറിയ കുട്ടികളാണെന്നാണ്. ചെറിയ കുട്ടികളാണല്ലോ. അപ്പോ നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തിരിച്ചയക്കാൻ വെറുതെ ഒരു
സാധാ ഒരു നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു ആക്സിഡന്റ് പോലെ പിള്ളേരെ തിരിച്ചയക്കാമെന്നാണ്. അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ പിള്ളേരെ. അതാ സംഭവം. കൊച്ചുങ്ങള് അവക്ക് വേണ്ടിട്ട് ഓടിയതാ. അവക്ക് വേണ്ടിട്ട് ഇപ്പോഴും പിള്ളേരാ, അവളുടെ കൂട്ടുകാരാ, അവരുടെ ജീവനാ. ഒന്നുമില്ലാത്ത പോലെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല വണ്ടിയിൽ. അതെന്താ പോലീസുകാർക്ക് എന്താ ഫോട്ടോ എടുത്താലും പിള്ളേര്? സിസ്റ്റർ ലാസ്റ്റ്ലി അവിടെ പഠിച്ച കുട്ടിയാണ്. അതെ. അപ്പം പിന്നെ ഈ സ്കൂളിന്റെ ഭാഗത്ത് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഉണ്ടായ ഉടനെ തന്നെ എനിക്കാണ് കോള് വന്നത്. ഒരു വിത്തിൻ സെക്കൻഡ്സിൽ ഞാൻ ഓൺ ദി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനും വേറൊരു അവിടുത്തെ തന്നെ സിസ്റ്ററും കൂടെ. അപ്പോഴത്തേനും പോലീസ് വണ്ടിയിൽ LF ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞങ്ങളും തൊട്ടുപുറകെ തന്നെ ചെന്നു. അപ്പം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് സൈൻ ചെയ്ത് കൊടുത്തതും. ഞാനും സിസ്റ്ററും പിന്നെ അന്നേരത്തേനും പേരൻസ് പപ്പയും ജാസിനും കൂടെ എത്തിയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് രാജഗിരിയിലേക്ക് കൊണ്ടുവന്നതും. അതിനുശേഷം മുഴുവൻ സമയം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പൽ സിസ്റ്ററും മാറി മാറി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും, കാരണം ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങളുടെ കൊച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഓറിയന്റേഷൻ മുഴുവനും കുട്ടികൾ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഞങ്ങളുടെ സ്റ്റാഫും കുറച്ച് കുട്ടികളും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. പോലീസുമായിട്ട് സ്റ്റാഫ് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെത്രയും വേഗം പിടിക്കും എന്നുള്ള ഉറപ്പ് ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മാക്സിമം എന്താണെങ്കിലും ജാസ്ലിയ ഈ വീടിന്റെ മാത്രമല്ല, ഞങ്ങളുടെ കോളേജിന്റെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ കുട്ടിയാണ്. അതുകൊണ്ട് ജാസ്ലിയയുടെ ഈ മരണത്തിൽ ഞങ്ങൾക്ക് അത്രയേറെ വേദനയുണ്ട്. ഒപ്പം ഞങ്ങൾക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ ജാസ്ലിയയ്ക്ക് നീതി കിട്ടണം. അതിന് ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോകും. അതിനുള്ള ഈ കുടുംബത്തിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ തീരുമാനം.